ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാനസികമായ അച്ചടക്കത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഇതൊരു ക്ലാസ് ഒന്നുമല്ല, പകരം ഒരു ഗ്രൻ കഥയിലൂടെ നമുക്ക് ഈ വിഷയം മനസ്സിലാക്കിയെടുക്കാം. അതിനു മുൻപ് നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്നും തുടങ്ങിയാലോ? നിങ്ങളുടെ മനസ്സിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ പറയുന്നതാണോ കേൾക്കുന്നത്, അതോ അതിൻ്റേതായ ഇഷ്ടത്തിന് എങ്ങോട്ടേക്കെങ്കിലും ഓടിപ്പോവുകയാണോ? അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കഥയിലേക്ക് കടക്കാം. കഴിവുകളൊക്കെ ഒരുപാടുണ്ടായിട്ടും അത് വേണ്ടവിധം ഉപയോഗിക്കാൻ കഴിയാതെ പോയ നമ്മുടെ കഥാനായകൻ റയാനെ പരിചയപ്പെടാം. റയാൻ എന്ന് പറഞ്ഞാല് ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു ഡോക്ടറാകണം എന്നായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ശരിക്കും പറഞ്ഞാല് റയാനെ പോലെ നല്ല കഴിവുകളുള്ള വലിയ സ്വപ്നങ്ങളുള്ള ഒരുപാട് പേര് നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ടാവൂലേ? ഈ സ്ലൈഡ് ഒന്ന് നോക്കൂ. ഇവിടെയാണ് റയാന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു വശത്ത് നോക്കിയാൽ അവന് നല്ല ബുദ്ധിയുണ്ട്, ഡോക്ടറാവണമെന്ന വ്യക്തമായ ലക്ഷ്യമുണ്ട്. പക്ഷെ മറുവശത്ത് അവന്റെ മനസ്സ് ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല. ഫോണിന്നൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ മതി, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒരു മെസ്സേജ്, അപ്പൊ തീർന്നു, ശ്രദ്ധ അങ്ങോട്ട് പോവും. ബുദ്ധിയുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ശരിയാവുമെന്നായിരുന്നു അവന്റെ ഒരു വിശ്വാസം. എന്നാൽ ആ വിശ്വാസം തെറ്റായിരുന്നു എന്നവന് മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ടിവന്നില്ല. റയാന്റെ ജീവിതത്തിലെ ആ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ശ്രദ്ധയില്ലായ്മയുടെ വില അവൻ ശരിക്കും തിരിച്ചറിഞ്ഞ ഒരു നിമിഷം. അവന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് ആ പരീക്ഷയിൽ അവൻ തോറ്റുപോയി. ഒരു ഡോക്ടറാകാനുള്ള അവന്റെ സ്വപ്നത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമായിരുന്ന ആ വലിയ അവസരം വെറുമൊരു ശ്രദ്ധയില്ലായ്മ കാരണം അവന് നഷ്ടമായി. ആ തോൽവി ശരിക്കും അവന്റെ ഹൃദയം തകർത്തു. ആ ഒരു പരാജയത്തിൽ നിന്നാണ് റയാൻ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠം പഠിച്ചത്. അതെ, ഈ കാണുന്നതാണ് ആ തിരിച്ചറിവ്. എത്ര കഴിവോ ബുദ്ധിയോ ഉണ്ടായിട്ടും കാര്യമില്ല, അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കൃത്യമായ അച്ചടക്കം കൂടി വേണമെന്ന് അവനന്ന് മനസ്സിലാക്കി. ഈ തിരിച്ചറിവ് റയാന്റെ ജീവിതത്തിലൊരു പുതിയ തുടക്കമായിരുന്നു. അവനൊരു വഴികാട്ടിയെ തേടിത്തുടങ്ങി. അത് അവന്റെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ച ഒരാളെ കണ്ടുമുട്ടുന്നതിലേക്ക് അവനെ നയിച്ചു. അങ്ങനെയാണ് റയാൻ കോച്ച് മില്ലറെ കണ്ടുമുട്ടുന്നത്. സ്കൂളിലെ PE ടീച്ചറായ അദ്ദേഹം വെറുമൊരു കായികാധ്യാപകനായിരുന്നില്ല, കുട്ടികളുടെ ശ്രദ്ധയും ആത്മനിയന്ത്രണവുമൊക്കെ മെച്ചപ്പെടുത്തുന്നതിൽ ആളൊരു വിദഗ്ധനായിരുന്നു. കോച്ച് മില്ലർ റയാനോട് പറഞ്ഞ ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു വില്ലാളി അമ്പെയ്യുമ്പോൾ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നതുപോലെ വിജയിക്കണമെങ്കിൽ നമ്മുടെ ശ്രദ്ധയും ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം, ചുറ്റുമുള്ള 1000 കാര്യങ്ങളിലല്ല. റയാന്റെ പ്രശ്നം കൃത്യമായി അതായിരുന്നു. അവന്റെ ശ്രദ്ധ എല്ലായിടത്തുമായിരുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരമായി കോച്ച് മില്ലർ റയാന് നൽകിയ ആ പ്രായോഗികമായ ഉപദേശങ്ങളിലേക്ക് കടക്കാം. അവന്റെ ജീവിതം മാറ്റിമറിച്ച ആ 4 നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 4 നിയമങ്ങൾ കണ്ടോ? വളരെ ലളിതമാണ്, എന്നാൽ ഭയങ്കര ശക്തവുമാണ്. ചിന്തകൾ വഴിതെറ്റിപ്പോകുമ്പോൾ അതിനെ പതുക്കെ തിരികെ കൊണ്ടുവരിക. കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും വലിയ ശത്രുവായ ഫോൺ അതങ്ങ് ഓഫ് ചെയ്ത് മാറ്റിവെക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി ഇത് എല്ലാ ദിവസവും പരിശീലിക്കുക. സ്ഥിരമായി ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ് നമ്മൾ പറയുന്നത് കേൾക്കാൻ തുടങ്ങുന്നത്. അപ്പോ റയാൻ ഈ നിയമങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് നോക്കാം. അവന്റെ കഠിനാധ്വാനത്തിന് ഒരു ഫലം കിട്ടിയോ? ഈ സ്ലൈഡ് നോക്കൂ. അവന്റെ മാറ്റത്തിന്റെ യാത്ര എത്ര മനോഹരമായാണ് കാണിക്കുന്നത്. ആദ്യത്തെ ദിവസം തുടങ്ങിയ ചെറിയ ശീലങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ അവന്റെ ശ്രദ്ധ കൂട്ടി. മാസങ്ങൾക്കുള്ളിൽ അവൻ പരീക്ഷയിൽ ഒന്നാമനായി. ഒടുവിൽ 1 വർഷം കൊണ്ട് അവൻ തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ആ സ്കോളർഷിപ്പും നേടിയെടുത്തു. കണ്ടില്ലേ? ഈ കഥയുടെ പ്രധാന ആശയം കോച്ച് മില്ലറുടെ ഈ വാക്കുകളിലുണ്ട്. നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ച് അതിന്റെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിലെടുക്കാൻ കഴിഞ്ഞാൽ ഏത് വലിയ ലക്ഷ്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോ റയാന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് സ്വയം ചോദിക്കാം, എന്റെ മനസ്സാകുന്ന ഈ കാട്ടുകുതിരയെ ഏത് ലക്ഷ്യത്തിലേക്ക് നയിക്കാനാണ് ഞാൻ പരിശീലിപ്പിക്കേണ്ടത്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? അതിനായി ആ മനസ്സിനെ മെരുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.